പരാജയത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയെ ബാധിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി ചെയ്യുന്ന ഏതൊരു കാര്യത്തിനകത്തും ഒരു അപൂർണത ഉണ്ടാകും. ഇതിനകത്ത് ആത്മീയമായി ഒരു ചികിത്സ നൽകേണ്ടത് വളരെ വലിയൊരു അത്യാവശ്യമാണ്. എന്താണ് പരാജയത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത്? ഒരു വ്യക്തിയെ പരാജയത്തിന്റെ ആത്മാവ് ബാധിച്ചു കഴിഞ്ഞാൽ കേവലം അവന്റെ ആത്മീയ ജീവിതത്തെയോ അവന്റെ തൊഴിൽ മേഖലയെയോ അവന്റെ സാമ്പത്തിക മേഖലയെയോ മാത്രം തൊടുന്ന ഒരു ആത്മാവല്ല. അത് ജീവിതത്തിൽ പ്രവേശിച്ചിട്ട് ആദ്യം വികൃതമാക്കുന്നത് അവന്റെ മനസ്സും മനസാക്ഷിയും അവന്റെ ഹൃദയവും അവന്റെ ചിന്താശേഷിയുമാണ്. തൽഫലമായി അവന് ഒരിക്കലും അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്ത നിലയിൽ അവൻ അതിനകത്ത് തളയ്ക്കപ്പെടുന്നു. എന്നാൽ ഈ സന്ദേശം താങ്കളെ ദൈവം കേൾപ്പിക്കുന്നത് നിങ്ങൾക്ക് പരിപൂർണമായി അതിനകത്ത് നിന്നൊരു വിടുതലുണ്ട് എന്നും നിങ്ങൾ ആ ആത്മാവിനെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള ഒരു ആശയം കൈമാറാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ, പരാജയത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയെ ബാധിച്ചു കഴിഞ്ഞാൽ അവനെ എപ്പോഴും മുൻകാല പരാജയങ്ങൾ അവനെ അലട്ടിക്കൊണ്ടേയിരിക്കും. കാരണം അവന്റെ ഉള്ളിൽ ആ പരാജയങ്ങൾ കാരണം മുറിവേറ്റ ഒരു അനുഭവമുണ്ട്, അത് ഹീലാകാത്തൊരവസ്ഥയുണ്ട്. മുൻകാലങ്ങളിൽ പരാജയം അനുഭവിച്ചതിന്റെ ഒരു ഭയങ്കരമാകുന്ന ഒരു ആഘാതം അവനെ ബാധിച്ചിട്ടുണ്ട്. അതിനകത്തുനിന്ന് അവൻ പുറത്തു വരാത്തൊരവസ്ഥയുണ്ട്. ഇത് സാത്താന്റെ ഒരു തന്ത്രമാണ്. ഇത് പരാജയത്തിന്റെ ആത്മാവിന്റെ ഒരു തന്ത്രമാണ്. കാരണം ആ വിഷയത്തിൽ അവൻ ഒരു കാലത്തും ജയമെടുക്കരുത് എന്നുള്ള ഒരു സാത്താന്റെ വാശി. എന്നാൽ നോക്കൂ, അതുകൊണ്ട് തന്നെ ആ വ്യക്തി എപ്പോഴും ഏത് കാര്യങ്ങളിലും ഒരു ദൗർബല്യം കാണും. ചില വ്യക്തികൾ ചില കാര്യങ്ങൾ പോസിറ്റീവായി ഹാൻഡിൽ ചെയ്യും. എന്നാൽ ചിലർ അതേ കാര്യത്തെ തന്നെ അതിനകത്ത് തന്നെ കുറവുകൾ കണ്ടെത്താൻ, ഒരു വിഷയത്തിനകത്ത് എന്താ കുറവുള്ളതെന്ന് കണ്ടെത്താൻ, എന്തിനേറെ പറയുന്നു, കുക്ക് ചെയ്യുന്ന ഒരു ഫുഡിനകത്ത് അതിനകത്ത് എന്താ കുറവ് എന്ന് കണ്ടെത്താൻ എപ്പോഴും അവരുടെ മനസ്സിങ്ങനെ വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കും. ഇതൊരു തരം മാനസിക മുറിവേറ്റതിന്റെ ലക്ഷണമാണ്. ആ മേഖല സൗഖ്യമാകാനുണ്ട്. മുൻപോട്ട് പോകാൻ എപ്പോഴും ഒരു പരാജയമായിരിക്കും. ഏതൊരു പുതിയ കാര്യങ്ങൾ കണ്ടാലും അതിനോടൊരു ഭയം. ഒരിക്കൽ ടൂ വീലറിൽ നിന്ന് വീണൊരു വ്യക്തി പിന്നെ ടൂ വീലർ കാണുമ്പോൾ ഞാൻ എപ്പോ ഓടിച്ചാലും വീഴും എന്നുള്ളൊരു ഭയം അവനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അത് മുറിവേറ്റ ഒരു മേഖല സൗഖ്യമാകാനുള്ളതിന്റെ ലക്ഷണമാണ്. ആത്മീയമാകുന്ന ധൈര്യം നഷ്ടപ്പെടുന്നു. ഒരു വിഷയത്തിൽ ഫാസ്റ്റ് ചെയ്താലും ദൈവം എന്നെ സഹായിക്കത്തില്ല എന്ന് തോന്നലുണ്ടാകുന്നു. ഇനി ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്താലും എനിക്കൊരു ജോലി കിട്ടത്തില്ല എന്നൊരു ഇതുണ്ടാകുന്നു. ഇനി ഒരു പ്രപ്പോസൽ എനിക്ക് വന്നാലും ആ ബന്ധം നടക്കത്തില്ല എന്നൊരു തോന്നലുണ്ടാകുന്നു. ഇങ്ങനെ നിരന്തരമായി അലട്ടിക്കൊണ്ടിരിക്കുന്നത് പരാജയത്തിന്റെ ആത്മാവിന്റെ ഇൻഫ്ലുവൻസ് ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതിന്റെ ലക്ഷണമാണ്. എന്നാൽ ഇന്ന് ഈ സന്ദേശം താങ്കളെ കേൾപ്പിച്ചതിന്റെ കാരണം നിങ്ങൾക്ക് ഡീൽ ചെയ്യാനുള്ള ഒരു മേഖല ആ മേഖലയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പരാജയത്തിന്റെ ആത്മാവ് വിട്ടുപോകും. അതുകൊണ്ടാണ് ഹോശേയയുടെ പ്രവചന പുസ്തകം പറയുന്നത്, ഹോശേയയുടെ പ്രവചന പുസ്തകം 4-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം, എന്റെ ജനങ്ങൾ അറിവില്ലായ്മ കൊണ്ട് നശിച്ചു പോകുന്നു. ഇതൊരു അറിവാണ് സുഹൃത്തെ. ദൈവം നിങ്ങളെ അറിയിക്കുന്ന ഒരു ദൂതാണ്. ഈ അറിവ് ഏറ്റെടുക്കുക, ഈ ദൂത് ഏറ്റെടുക്കുക. ഇന്നു മുതൽ നിങ്ങൾ ആ പരാജയത്തിന്റെ ആത്മാവിനെ ജയിച്ചിരിക്കും. ഗോഡ് ബ്ലെസ്.